നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുമായി നിങ്ങളോട് കൂട്ടുകൂടാനെത്തുന്ന കൂട്ടിനിധി പാട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ, ഈ ചൂട് നിറഞ്ഞ കാലഘട്ടം, ഞാൻ എല്ലാ ദിവസവും ചൂടാണല്ലോ ഇപ്പോൾ വിഷയം അല്ലേ. മാത്രമല്ല സംഗീതം എന്നൊരു വിഷയമാണ്. കാര്യം കൂട്ടുപാട്ടാണല്ലോ എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അനേകം ആളുകൾ ഈ വിളിക്കുമ്പോൾ പറയുന്നത്, അയ്യോ വിളിച്ചിട്ട് എന്നും വിളിച്ചിട്ടവരാണല്ലോ കിട്ടുന്നത്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡെല്ലാം കണ്ടു. അപ്പം ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ വിളിക്കണം. അതിന് മുമ്പ് നമ്മുടെ DD മലയാളം യൂട്യൂബ് ചാനലിലെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എപ്പിസോഡിൻ്റെ പഴയ അധ്യായങ്ങളൊക്കെ എടുത്ത് കാണണം. അതുപോലെ ഇപ്പോൾ തത്സമയം നമുക്ക് നമ്മുടെ TV-യിൽ കാണാൻ സാധിക്കാതെ ഇപ്പോൾ ദൂരെ യാത്രയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അയ്യോ കൂട്ടുപാട്ടിൻ്റെ സമയമായല്ലോ, എങ്ങനെ എടുത്ത് കാണട്ടെ? നേരെ മൊബൈൽ എടുക്കുക, യൂട്യൂബ് എടുക്കുക, DD മലയാളം എടുക്കുക, നമ്മുടെ ലൈവ് കാണുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, X പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മുടെ കൂട്ടുപാട്ടിൻ്റെ അപ്ഡേറ്റ്സുകൾ, കൂട്ടുപാട്ടിന് മാത്രമല്ല ദൂരദർശൻ്റെ അപ്ഡേറ്റ്സുകൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടൊന്നും കൂടി ഉണ്ടാവണം. അതുപോലെ ആ താഴെ കാണുന്ന 10 നമ്പർ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വിളിച്ചോ. ഇതുവരെ വിളിച്ചിട്ട് കിട്ടാതെ ഇരിക്കുന്ന പരാതിയൊക്കെ പറയുന്നവരുണ്ടല്ലോ, ടപ്പേന്ന് വിളിച്ചോ. എന്താ നിങ്ങൾക്ക് ഇന്ന് കിട്ടട്ടെ, ഇന്ന് പുതിയ ന്യൂ കോളേഴ്സ് ഉണ്ടാവട്ടെ. നമ്മുടെ അതിഥി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ ദിവസം വരുന്നവരും ഓരോ സ്പെഷ്യൽ അതിഥികളാണ്. എന്നും വളരെ സ്പെഷ്യലാണ്. കുറേ എന്നുവെച്ചാൽ നമുക്ക് കിട്ടിലും പാട്ടുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു പ്ലേ ബാക്ക് സിംഗർ, പിന്നണി ഗായികയാണ്. മനോഹരമായ ശബ്ദത്തിന് ഉടമയായി മാത്രമല്ല നിരവധി വർഷങ്ങളായിട്ട് ഗാനമേള രംഗത്തോടുകൂടി നമ്മൾക്കെല്ലാം ചിരപരിചിതയായ APJ അബ്ദുൽ കലാം സാറിന്, നമ്മുടെ മുൻ രാഷ്ട്രപതി അന്തരിച്ച APJ അബ്ദുൽ കലാം സാറിൻ്റെ കയ്യിൽ നിന്ന് വരെ പുരസ്കാരം നേടിയെടുത്ത ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കിട്ടിലിന സിംഗറാണ്. സ്വാഗതം ചെയ്യുന്നു പ്രിയ ചേച്ചി. സ്വാഗതം. പേരും വളരെ പ്രിയതരമാണല്ലേ. അപ്പൊ ചേച്ചി, ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അടിപൊളി പാട്ടുകളൊക്കെ സമ്മാനിക്കണം. അപ്പൊ നമുക്ക് ഈ പാട്ടുകൾ ചേച്ചിക്ക് കൂട്ടായിട്ട് കീബോർഡുമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ ചാമിങ് സച്ചിൻ ബ്രോയാണ്. സച്ചിൻ ബ്രോ, വെൽക്കം ടു ദ ഷോ. അപ്പൊ രണ്ടുപേരോട് അങ്ങോട്ട് കൂടി നല്ലൊരു പാട്ട് ഇങ്ങോട്ട് സമ്മാനിച്ചു. ഫസ്റ്റ് ഒരു പാട്ട്, മുഴുവൻ പാട്ട് പാടിത്തരണം. ആദ്യം ഏത് പാട്ടാ പാടാൻ പോണേ? അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ബാബുരാജ് താമരക്കുമ്പിളിലോ. അടിപൊളി ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു പാട്ട്. പിന്നെ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നീ സംഗീത മധുപകരൂ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നീ സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ ദേവാ. താതാനിൻ കൽപ്പ
പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. അടിപൊളി, സൂപ്പർ. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ അതിഥികളെല്ലാം സ്പെഷ്യലാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി 5-ാമത്തെ വയസ്സ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം വയസ്സ് ചോദിക്കുന്നില്ല, കാര്യം നമ്മൾ എത്ര വർഷമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നു അല്ലേ. എന്തായാലും നമുക്ക് ആദ്യം പിന്നണി ഗാനത്തിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ കേട്ട ഇൻ ഗോസ്റ്റ് ഓസി, അതുപോലെ തന്നെ നമ്മുടെ മാഡ് ഡാഡ്, അതുപോലെ പിന്നെ മറ്റൊരു യുവേഴ്സ് ലവ്ലിംഗ്ലി, അങ്ങനെ സിനിമകളെല്ലാം കിടിലം പാട്ടുകൾ സമ്മാനിച്ച, ഇപ്പം മെലഡി ആണെങ്കിലും ആള് നല്ല വൈബ് പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പ്ലേ ബാക്കിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാണ് ചേച്ചി? അത് തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അലക്സ് പോൾ സാറിനെ പരിചയപ്പെടുന്നത്. അലക്സ് പോൾ സാറിന് അല്ലേ? അതിനകത്തുള്ള നമ്മുടെ ഈ ഇൻഗോസ്റ്റസിലെ ഹരിഹരനാഥന്റെ തേർഡ് പാർട്ട്. അദ്ദേഹത്തിന്റെ കുറെ അധികം വർക്കുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അടിപൊളി. അപ്പൊ ഒരു കാര്യം ചെയ്യും, അപ്പൊ നമുക്ക് ആ പ്ലേ ബാക്ക് തന്നെ കേൾക്കട്ടെ. അതിനകത്ത് ഇൻഗോസ്റ്റസിലെ അടിപൊളി പാട്ട് അത് MG ശ്രീകുമാർ സാറും റിമി ടോമിയും ചേച്ചിയും കൂടെ പാടി, പ്രിയ പ്രദീപ് കൂടെ പാടിയതാണ്. അന്ന് പ്രിയ പ്രദീപ് ആയിരുന്നോ? അല്ല, പ്രിയാന്ന് മാത്രമേ ഉള്ളത് യൂട്യൂബിൽ. അതിനുശേഷമാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കോൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ കോളർ ആരാ നോക്കാം, നമുക്ക് എവിടുന്നാ നോക്കാം. ഇടുക്കിക്കാരി ഇവിടെ ഇരിക്കുന്നത്, പീരിമേടുകാരി ഇരിക്കുന്നത്, ഇടുക്കിക്കാരി ഇന്ന് ഇടുക്കിന്നാണോ? ഹലോ, നമസ്കാരം, കൂട്ടൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം, ഗുരുവായൂർ ആനന്ദൻ. ഗുരുവായൂർ ആനന്ദൻ ചേട്ടൻ നമ്മുടെ സ്ഥിരം കോളർ ആണ്. ആനന്ദൻ ചേട്ടാ ഹലോ. സുഖം തന്നെ. എന്തുകൊണ്ട് വിശേഷം? ആനന്ദമാണോ, സന്തോഷമാണോ? പേരിൽ തന്നെ സന്തോഷമല്ലേ? നല്ല ചൂട്. എന്താ ചെയ്യാതെ ഇടുക്കിക്കാരി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചെങ്കിലും തണുപ്പ് പകരാൻ വേണ്ടി പാട്ട് പാടിത്തരാൻ. ആനന്ദ ചേട്ടാ, അപ്പൊ ചോദിച്ചോളൂ, മനസ്സിൽ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു പാട്ട് ചോദിച്ചോളൂ. പടത്തില് വാതുക്കരി വെള്ളരിപ്പാവ്, സൂഫിയും സുജാത പാടിത്തരാം കേട്ടോ ആനന്ദ് ചേട്ടാ. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പം ഗുരുവായൂർ അടുത്ത മാസം വിഷു ഒക്കെയാണ്, അപ്പൊ നല്ല തിരക്കുള്ള സമയങ്ങളാണ് ഗുരുവായൂർ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ വരണം. ഞങ്ങളെ വിളിക്കുന്നില്ലേ, അങ്ങോട്ട് ക്ഷണിക്കുന്നില്ലേ? വരും, പിന്നല്ല. അപ്പൊ ചേട്ടാ ഒത്തിരി സന്തോഷം കേട്ടോ, ഇനിയും വിളിക്കണേ. ഓക്കെ ഓക്കെ ചേട്ടാ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടന് നമ്മുടെ വാതിൽക്കരി വെള്ളരിപ്രാവ്. വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടൽ പ്രിയനേ, നീയാം കടൽ. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടൽ പ്രിയനേ, നീയാം കടൽ. അടിപൊളി, സൂപ്പർ. അപ്പം ആനന്ദ് ചേട്ടാ സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ചേട്ടാ നമ്മുടെ ആദ്യത്തെ പ്ലേ ബാക്ക് ആദ്യത്തെയാണ് ഇൻഗോസ്റ്റ് ഫസ്റ്റ് പാടുന്നത്. മലയാളത്തിൽ ഇൻഗോസ്റ്റ് ആണ്, അതിന് മുമ്പ് തമിഴ് പാടിയിട്ടുണ്ട്. എന്റെ ദൈവമേ, തെന്നിന്റെ കീഴടക്കുകയാണല്ലോ. മലയാളത്തിൽ തന്നെ പോകണം, നമ്മുടെ മലയാളം അല്ലേ? തീകായും താന്തോ നിക്കാറ്റേ ശിങ്കാരത്തെമ്മടിത്തെൻ കാറ്റേ, തീകായും താന്തോ നിക്കാറ്റേ ശിങ്കാരത്തെമ്മടിത്തെൻ കാറ്റേ, കുളിരുന്നു രാവിൽ കിടുകിടുകിടുകിടുകിടുകിട വിരകൊള്ളും ചുണ്ടിൽ നന 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 നന, തുളിരുന്നു രാവിൽ വിറകൊള്ളും ചുണ്ടിൽ തേടു നീ പാടു നീ സരിഗമ പദനിസ. പൊളി. തീകായും താന്തോ നിക്കാറ്റേ ശിങ്കാരത്തെമ്മടിത്തെൻ കാറ്റേ, തീകായും താന്തോ നിക്കാറ്റേ
ശരിക്കും അതൊരു വലിയൊരു ബ്രേക്ക് ആയിരുന്നല്ലേ ആ പാട്ട്? വലിയൊരു ഭയങ്കര ഒരു നമ്മളന്ന് സമയത്ത് അടിച്ചു പൊളിച്ചൊരു പാട്ടുകൂടാണ് ഈ പാട്ട് പറയുമ്പോ എല്ലാവർക്കും ഓർമ്മ വരും. ഇതിനുശേഷം വേറൊരു കുറുമ്പുകാരി എന്ന് പറഞ്ഞൊരു പാട്ട്, അതാണ് എന്റെ ഫസ്റ്റ് സോളോ, മലയാളം സോളോ. ഫസ്റ്റ് അതും അലക്സ് സാറാണ് സാറാണ് മ്യൂസിക് ചെയ്തത്. അതിന്റെ വരികൾ എഴുതിയത് പ്രേംദാസ് ഇരുവള്ളൂർ. നമുക്കൊരു മെലഡി അല്ലേ, നമുക്ക് ഇന്ന് എല്ലാം പോരട്ടെ, നമുക്ക് ഇന്ന് എല്ലാം വേണം, നാടൻ പാട്ട് വേണം, ക്ലാസിക്കൽ വേണം, എല്ലാം വേണം. അപ്പൊ ഇപ്പൊ ആ മെലഡിയിലേക്ക് പോവാം. വെളുക്കുവോളം കൊതിച്ചു കണ്ടൊരു സുവർണ സ്വപ്നങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഇണക്കമോടെ അടുത്തു വന്ന പറഞ്ഞു തന്നിടാം ഉള്ളറിഞ്ഞ കാര്യങ്ങൾ. കുറച്ചു മുൻപേ പറഞ്ഞതെല്ലാം മറക്കുമെങ്കിൽ ഞാനാ കഥ നിനക്കു നൽകിടാം. കുറുമ്പുകാരി കുറുമ്പുകാരി പിണക്കമെന്താണ്, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്താൽ പിണക്കമില്ലല്ലോ, ഇനി അടുപ്പമാണല്ലോ. കുറുമ്പുകാരി കുറുമ്പുകാരി പിണക്കമെന്താണ്, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്താൽ പിണക്കമില്ലല്ലോ, ഇനി അടുപ്പമാണല്ലോ. കുറുമ്പുകാരി കുറുമ്പുകാരി പിണക്കമെന്താണ്. അല്ല കിട്ടില്ലൊരു സോങ് അല്ലേ അത്? അടിപൊളി ചേച്ചി. അപ്പൊ ഇനി അങ്ങോട്ട് തെന്നിന്ത്യ മുഴുവൻ നല്ല നല്ല സോങ്സ് കിട്ടട്ടെ. അപ്പൊ നമുക്ക് ചെറിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. ആ കുട്ടി ബ്രേക്കിന് ശേഷം നമ്മുടെ സച്ചിൻ ബായ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആള് പൂപ്പുലിയാണ്. ഒരു ചെറിയ ടാസ്കുമായിട്ടൊക്കെ വരാൻ പോവാണ്. സച്ചിൻ ബായ് ഒരു ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കീബോർഡ്സുകളെല്ലാം ഒരു ടാസ്കുമായിട്ട് വരും. അവരൊരു ബീജിയം വായിക്കും. നമ്മുടെ സച്ചിൻ ബായ് ഒരു ബീജിയം വായിക്കാൻ പോവാം. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. സച്ചിൻ ബായുടെ മുഖത്ത് നോക്കി കണ്ടുപിടിക്കണം, പണിയാകത്തൊന്നുമില്ല. അപ്പം ആ ബീജിയം വായിക്കും. അത് ചേച്ചിക്ക് അറിയാമെങ്കിൽ ആ പാട്ട് ഏതാന്ന് പറയാ. അതിൽ അറിയാവുന്ന ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ അറിയാമെങ്കിൽ അറിയാം. ഇപ്പൊ സച്ചിൻ ഭായ് ഏതാണോ, ഹിന്ദിയാണോ, തമിഴാണോ, തെലുങ്കാണോ വായിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പോപ്പുലർ ഒരു പാട്ടായിരിക്കും അല്ലേ ഭായ്? ഓക്കെ, അപ്പം വായിക്കും. അത് ഏതാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിച്ചതിന് ശേഷം സോങ്ങിലേക്ക് പോവാം. ഓക്കെ, വായിച്ചോ ഭായ്. സച്ചിനോട് എനിക്ക് താങ്ക്സ് പറയണം. കാരണം എന്റെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു പാട്ടാണിത്. അച്ഛനെ പാട്ട് പാസമലർ എന്ന് പറഞ്ഞ തമിഴ് ശിവാജി ഗണേശനും സാവിത്രിയും അഭിനയിച്ച ചിത്രത്തിലെ പാട്ടാണ്. അല്ല അറിയാം, അതൊരു അഭിമാനമായിട്ട് തന്നെ വിചാരിക്കുന്നു. കാരണം ആ പാട്ട് മലർന്നു മലരാതെന്ന് പറഞ്ഞ സോങ്ങാണ്. സംഗീതം MS വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ടിൽ പറഞ്ഞ പാട്ടാണ്. സുശീലാമ്മയും TMS കൂടെ പാടിയ പാട്ടാണ്. കണ്ണദാസൻ വിജ്ഞാനമോശം തോന്നുന്നു കേട്ടോ. അപ്പൊ ശരി, ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. മലർന്നും മലരാത പാതി മലർ പോല വളരും വിഴിവണ്ണമേ, வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலையன்னமே, நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே, வளர்பொதிகை மலை தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே, மலர்ந்தும் மலராத பாதி மலர் போல வளரும் விழிவண்ணமே, வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலையன்னமே, தங்கக் கடியாரம் வைர மணியாரம் தந்து மணம் பேசுவார், பொருள் தந்து மணம் பேசுவார், மாமன் தங்கை மகளான மங்கை உனக்காக உலகை விலை பேசுவார்,
மங்கை உனக்காக உலகை விலை பேசுவா, நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே, வளர்பொதிகை மலை தோன்றி மதுரை நகர் கண்டு പൊലിന്ത തമിഴ് മന്ത്രമേ. അടിപൊളി ചേച്ചി. ആ ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ചുള്ള സന്തോഷം കേട്ടോ. താങ്ക് യു സച്ചിൻ ഭായ്, സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ട് കേട്ടോ, അടുത്ത കോളർ. നമസ്കാരം, കൂട്ടിനൊരു പാട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വത്സല കുമാരി ചേച്ചി പത്തനംതിട്ടയിൽ നിന്നാണ്. ചേച്ചി, വത്സല ചേച്ചി. ഹലോ. ഹലോ. എന്തോ ആ ചിരി അങ്ങോട്ട് പോരട്ടെ, മുഴുവൻ ചിരി അങ്ങോട്ട് വരട്ടെ. വലിയ സന്തോഷം കിട്ടിയതില്. സുഖമായിട്ടിരിക്കുന്നോ? 3 പേർക്കും പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും എന്റെ ഭർത്താവിന്റെ നമസ്കാരം. എല്ലാവരും 3 പേർക്കും കേട്ടോ നമസ്കാരം. എന്നെ ഇവിടെ ചേർത്ത് അവിടെ ഉള്ള എല്ലാവർക്കും എന്റെ ഭർത്താവിന്റെ നമസ്കാരം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ചേച്ചി, അപ്പൊ നമ്മുടെ ഇവിടെ പ്രിയ ചേച്ചി ഉണ്ട്, വത്സല ചേച്ചി. പാട്ടൊക്കെ ചോദിച്ചോളൂ, ഇഷ്ടമുള്ള പാട്ട്. കണ്ടു. എന്റെ മോടെ പേരും പ്രിയ എന്നാ. നല്ല പാട്ട്. ഷെടാ, അതൊന്ന് മോളെ പോലെ കണ്ടിട്ട് മോളോട് തന്നെ ചോദിച്ചോ. മോള കുഴപ്പമില്ല, അങ്ങനെ തന്നെ. എനിക്ക് ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് വേണം. ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് വേണം. ശരി, ഇപ്പൊ കണ്ണന്റെ പാട്ട്. ഇഷ്ടമുള്ള പാട്ട് മതിയോ? ഏതായാലും മതി. ഗുരുവായൂരപ്പന്റെ ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടോ. അപ്പം വത്സല ചേച്ചി, ഈ സന്തോഷം നിറഞ്ഞ ആ ചിരിയോടുകൂടി ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ ഈ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ചേച്ചി, ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട്. ഗുരുവായൂരപ്പന്റെ മലയാളം തന്നെ വേണമെന്നുണ്ടോ? തമിഴ് കണ്ണന്റെ ഒരു പാട്ട്. തമിഴ് തന്നെയാണ്. ഗംഗൈക്കரை തോട്ടം കന്നി പെൺകൾ കൂട്ടം കണ്ണൻ നടുവിനിലേ, ഓ കണ്ണൻ നടുവിനിലേ, കാലയിളം കാറ്റ് പാടി വരും പാട്ട് എതിലും അവൻ കുരലേ, ഓ എതിലും അവൻ കുരലേ, ഗംഗൈക്കரை തോട്ടം കന്നി പെൺകൾ കൂട്ടം കണ്ണൻ നടുവിനിലേ. അടിപൊളി. കണ്ണന്റെ പാട്ടാണ് വത്സല ചേച്ചി. സന്തോഷമായി, മനസ്സ് നിറഞ്ഞു വിചാരിക്കുന്നത്. മനോഹരമായിട്ട് പാടിയല്ലേ. ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചോളൂ. അപ്പം ഞങ്ങൾ കുടിപ്പിക്കത്തില്ല, വെള്ളം കുടിച്ചോളൂ. അപ്പോൾ ചെറിയ ബ്രേക്കിലേക്ക് പോകണം. ദേ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അഗ്രപൂജിതം ശ്രീ ഗുരുഗുഹാഗ്രജം അഗ്രപൂജിതം. വെൽക്കം ബാക്ക്. കൂട്ടൊരു പാട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ ചേച്ചി ഇവിടെ പാടി ഈ തമിഴ് പാട്ടുകളൊക്കെ പാടുമ്പോൾ ചേച്ചിക്ക് തമിഴ് സംഗീതമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. കാര്യം അത് എസ്പെഷ്യലി എടുത്തു പറയണം. ചേച്ചി പറയും, ഇളയരാജ സാറിന്റെ ഗുരുനാഥൻ. അതാണ് ഒന്ന് പറയാം. രാജാ സാറിന്റെ ഗുരു ശങ്കർദാസേ ആയിരുന്നു എന്റെ ആദ്യത്തെ ഗുരു. ഓഹോ. മ്യൂസിക് ഒരു സംഗീത കുടുംബമായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അച്ഛന്റെ സഹോദരിമാരും ഗായകനാണ്, അച്ഛൻ ചിത്രകാരനാണ്, എല്ലാമാണ്. അച്ഛന്റെ പേര് പറയൂ. തമ്പിച്ചൻ എന്നാണ് പേര്. അമ്മ പാട്ട് പാടും. ജീവിച്ചിരിപ്പില്ല. അമ്മയുണ്ട്, സഹോദരൻ. ഇടുക്കി പീരിമേട്ടിലാണ് ഇവരെല്ലാം ജനിച്ചത്. എന്നാൽ ഇപ്പം അതുപോലെ തന്നെ കലാകാരനായിട്ടുള്ള ഭർത്താവിനെയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം വലിയൊരു ആർട്ട് ഡയറക്ടറാണ് ഇൻഡസ്ട്രിയിൽ.
അദ്ദേഹം ചോറ്റാനിക്കലാണ് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത്. ടോട്ടലി ഒരു കലാകുടുംബമാണ്. മക്കള് കലാകാരന്മാരാണോ? രണ്ടുപേരും പാട്ടുപാടും. പിന്നല്ലേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും അല്ലേ കുഞ്ഞുങ്ങൾ. അപ്പം ചേച്ചിയുടെ അപ്പം ഒരു തമിഴ് ഒരു പീരുമേടാണ്. അവിടുന്ന് ഞാൻ രാജസാറിന്റെ കാണാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചേച്ചിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിന്റെ സർക്കാർ തമിഴ്നാട് സർക്കാർ ഇറങ്ങിയ ഒരു CD-യിൽ 7 ലാംഗ്വേജിൽ, മലയാളം കൂടാതെ തന്നെ 7 ലാംഗ്വേജിൽ പാടി. അതിൽ തമിഴ് പാട്ടിനാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു വരികളായിരുന്നു. ട്യൂണും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ പാട്ട് പുള്ളി സെലക്ട് ചെയ്തു. തമിഴ് ഭാഷയോടും തമിഴ് സംഗീതത്തോടും ചെറുപ്പം മുതലേ നമുക്ക് അയൽവക്കക്കാരൊക്കെ അങ്ങനെയാണ്. പിന്നെ പഠിച്ച കൂടുതൽ പാട്ടുകളും അങ്ങനെയായിരുന്നു. കൂടുതൽ നല്ല നല്ല പാട്ടുകൾ പാടി. പിന്നെ തമിഴ്നാടുമായിട്ട് ബന്ധം അങ്ങനെ അടുത്തുള്ളത് കൊണ്ട് കൂടുതൽ പാട്ടുകൾ. നമുക്കൊരു ഹിന്ദി സോങ്ങിലേക്ക് പോകണം. നമുക്ക് എന്തായാലും തമിഴ് വിട്ട് ഇത്ര തമിഴ് ഹിന്ദി സോങ്ങിലേക്ക് പോകണം. അതിനും ഒരു കോളർ ഉണ്ട്. നമസ്കാരം, കൂട്ടൂര് പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം ജീവേഷ്. രാജഗോപാൽ സാർ മല്ലപ്പള്ളിയിൽ നിന്ന്. എന്താണ് കുറെ നാളായാലോ വിളിച്ചിട്ട്? ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടിയിരുന്നു. നമ്മളെ കിട്ടിയില്ല അല്ലേ? ഇല്ല ഇല്ല, സുഖമായിട്ടിരിക്കുന്നോ സാർ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പാട്ടുകളൊക്കെ കൂട്ടൂര് പാട്ടൊക്കെ പറഞ്ഞോളൂ. സാർ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നു. വീട്ടിലെല്ലാരും അന്വേഷണം പറയണം. തീർച്ചയായിട്ടും. എന്റെ കുടുംബം ഇതും കൂടിയാണ്. കൂട്ടുപാട്ടോട് ചേർന്നത്. എന്റെ വീടും ഉണ്ട്, ഈ വീടും ഉണ്ട്. അപ്പൊ സാർ നമ്മുടെ പ്രിയ ചേച്ചിയാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് കറുകച്ചാല് വഴി അങ്ങ് മുണ്ടക്കയം വഴി പോയാൽ കുട്ടിക്കാലം കഴിഞ്ഞാൽ പീരിമേട്ടി ചെല്ലാം. പീരിമേടുകാരിയാണ്. പാട്ട് ചോദിച്ചോളൂ. സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം പ്രിയ. നമസ്കാരം. നമസ്കാരം സാർ. നല്ല ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട്. അപ്പം സാറിന് ഇപ്രാവശ്യം പ്രിയ ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്ടേക്കാണ് അല്ലേ? അപ്പൊ ഞാൻ വേണേ സാറിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റ് പാട്ട് ചോദിക്കട്ടെ? ഓക്കെ സാർ. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. രാജഗോപാൽ സാർ ഓരോ തവണ വിളിക്കുമ്പോഴും ഒത്തിരി നല്ല നല്ല പാട്ടുകൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ സാറിന് ഒരിക്കൽ കൂടി സന്തോഷം. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ സോങ് തന്നെ ചോദിക്കാം. ഉജ്ജയിനിയിലെ ഗായികയോ അല്ലെങ്കിൽ മാനത്തെ മഴമുകിൽ, ആ പാട്ട് ഏതെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, പഴയ പാട്ട്? ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. താങ്ക് യു. അതെ പാട്ടാണ്. മാത്രമല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കമന്റ്സിൽ പാടും, മാനത്തെ മഴവിൽ പാടിത്തരാമോ, ഉജ്ജയിനിയിലെ ഗായക. ഞാനിങ്ങനെ ജസ്റ്റ് ഇന്നലെ നോക്കിയപ്പം ഒരു പാട്ട് കാണാം. അതുകൊണ്ട് ചേച്ചിയുടെ എടുത്തങ്ങ് ചോദിച്ചത്. സാറിന് ഒത്തിരി സന്തോഷമായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഹിന്ദി സോങ്ങിലേക്ക് പോവാം. ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ആരുടെ പാട്ടാ? ലതാജിയുടെ പാട്ടാണ്. ഭൂപൻ ഹസാരിക സംഗീതം ചെയ്തത്. പ്രതിവേട്ടനും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ പ്രതിവേട്ടന് മക്കൾ കൂടെ ഡെഡിക്കേറ്റ് ചെയ്തോ പാട്ട്? തീർച്ചയായും. दिल करे घबराए, घन दम दम करे गर जाए, एक बूंद कभी पानी की मोरी अखियों से बरसाए, दिल करे घबराए. तेरी चोरी डरो सब सुख के पास जो आए, तेरा छुआ लगे मेरी सूखी डाल
अखियों से बरसाए दिल हूँ करे घबराए. വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ അത്? ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഒത്തിരി തോന്നുന്നല്ലേ? ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമുക്കൊരു കാര്യം ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. തീർച്ചയായിട്ടും ട്രാക്ക് മാറ്റാ സജി, നമുക്ക് Track മാറ്റാം. നമുക്കൊരു നാടൻ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിച്ചുപൊളി പാട്ടോ, ഒരു നാടൻ പാട്ട് തന്നെ ആവട്ടെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ചേച്ചി എല്ലാ പാട്ടുകളും പാടുന്ന സ്റ്റേജിൽ പെർഫോം ചെയ്ത് അടിച്ച് പൊളിക്കുന്ന ഒരാളാണ്. എനിക്കൊന്ന് അത് പറയണം. നിരവധി ഗാനമേള ട്രൂപ്പുകളിൽ വളരെ വർഷങ്ങളായിട്ടുള്ള കലാഭവൻ പോലുള്ള വലിയ വലിയ ഗാനമേള ട്രൂപ്പുകളിൽ പാടാൻ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ് അല്ലേ? കലാഭവനിലുണ്ടായിരുന്നു ഒരു 7-8 വർഷത്തോളം സ്ഥിരമായി. പിന്നെ ബ്ലൂ ഡയമണ്ട്സ്, അങ്ങനെ ഏഞ്ചൽ വോയിസ്, ഡ്രീം ബീറ്റ്സ്, അങ്ങനെ. അപ്പം അതിന്റെ വലിയൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്. ഗാനമേള എന്ന് പറഞ്ഞാൽ ലൈവ്, ഇതുപോലെ ലൈവിലൊക്കെ പാടുകയല്ലേ നിങ്ങൾ? പ്രേക്ഷകരെ നേരിട്ട് കാണുന്ന ആളുകളാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അടിച്ചുള്ള ഒരു നാടൻ പാട്ടോ നാടൻ പാട്ട് പോവാം. ഓക്കെ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങളുടെ അമ്മയെ നോക്കിയിരുന്നേ, അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങളുടെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ, തകതാര തകതാരതിന്റെ തകതാര താര താരതിത്തെ താരാരോ തകതകതാര തകതാരതിത്തെ താരാരോ തകതാര താര താരതിത്തെ താരാരോ. കലത്തില് വെള്ളം തിളപ്പിച്ച് മുന്നാഴി നെല്ലെരിഞ്ഞേ, അടുപ്പിനു ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ, അങ്ങൊരു വിട്ടവും കണ്ടേ എന്റെ കൊച്ചിട്ടനാണോ വരുന്നേ, അങ്ങൊരു വിട്ടവും കണ്ടേ എന്റെ കൊച്ചിട്ടനാണോ വരുന്നേ, അങ്ങൊരു വിട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു നീറിപ്പിടങ്ങേ, അങ്ങൊരു വിട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു നീറിപ്പിടങ്ങേ, തകതാര തകതാരതിന്റെ സൂപ്പർ, ഇടുക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചിയെ കാണുമ്പോൾ ചേച്ചി അതിന്റെ വരികളോട് ഭയങ്കരമായിട്ട് ഇഴുകി ചേരുന്നുണ്ട്, അതിന്റെ ഭാവത്തോട്. വലിയൊരു നമുക്ക് അടുത്ത കോളർ ഉണ്ട് കേട്ടോ. നമസ്കാരം, കൂട്ടൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. വിജേഷ് കണ്ണൂരിൽ നിന്ന്. വിജേഷ് ഭായ്, എപ്പടി ഇருக்கு? நல்லா இருக்கா? നമസ്കാരം. നന്നായിട്ടിരിക്കുന്നോ? സുഖാണോ? ഓ സുഖാണ്. ദേ നമ്മുടെ പ്രിയ ചേച്ചി ദേ ഇവിടെ പാടാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വിജേഷ് എന്ത് ചോദിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ചോദിച്ചോളൂ വിജേഷ്. ആ പ്രിയ ചേച്ചി സംസാരിച്ചോളൂ. വിജേഷ് കണ്ണൂരിൽ. ഹലോ വിജേഷ്, നമസ്കാരം. നമസ്കാരം. കണ്ണൂരുമായിട്ട് എനിക്ക് ഇച്ചിരി അടുത്ത ബന്ധമുണ്ട്. കാരണം കണ്ണൂരിനടുത്ത് കാസർഗോഡാണ് എൻ്റെ ഹസ്ബൻഡിന്റെ നാട്. അവിടെ ആയിരുന്നു നേരത്തെ. അടുത്ത ജില്ലയാണ്. കണ്ണൂർ കാസർഗോഡ് നമ്മളിങ്ങനെ ഓയിലിങ്ങനെ പറഞ്ഞു പോകും. വിജേഷ് ഭായ്, ഏത് പാട്ടാ പാടിക്കണ്ടേ? അതൊക്കെ പിന്നെ ചുംബനപ്പൂ കൊണ്ടു മൂടി എന്നീ തമ്പുരാട്ടി ഒന്നിനുറക്ക. ആ പാട്ടാണ് വേണ്ടത്. പാടിത്തരൂലേ ചേച്ചി? അറിയാമോ ആ പാട്ട്? അറിയാം. എന്നാലും ആ സമയത്തുള്ളൊരു വേറൊരു പാട്ടോട് ചോദിക്കാമോ? ഒരു സജഷൻ. വേറെ ഒരു അതായിരിക്കും മനസ്സിലായി. ചിത്ര ചേച്ചി പാടിയ മഞ്ഞൾ പ്രസാദം. അതെ, കൂടെ ഇരുന്ന് ആരെ പറഞ്ഞു തരുന്നത്? അതാരാണ് അവിടെ സ്ത്രീ ശബ്ദം? വിജേഷേട്ടാ, ഹലോ, അതാരാണ് കൂടെ പറഞ്ഞു തരുന്ന ആള്? ആ സ്ത്രീ ശബ്ദം. അത് ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പേരെന്താണ്? വിഭ. അതെ. ഓ, അപ്പൊ ഒത്തിരി സന്തോഷം. വലിയൊരു ഹായ് കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്ക്. അപ്പൊ ഉറപ്പായിട്ട് ആ പാട്ട് പാടിത്തരും വിജേഷേട്ടാ. അപ്പൊ താങ്ക് യു കേട്ടോ വിളിച്ചേലേ. ഓക്കെ. അപ്പം നമുക്ക് മഞ്ഞൾ പ്രസാദം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾ കുറി മുണ്ടും ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി,
ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. എവർ ഗ്രീൻ ഹിറ്റ് പാട്ടാണ് ചിത്ര ചേച്ചിയുടെ. അപ്പം താങ്ക് യു ചേച്ചി ആ പാട്ട് പാടുന്നതിന്. വിജയശേട്ടനും വിഭ ചേച്ചിക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തിരിച്ചു ഒത്തിരി നന്ദി. നമുക്ക് ചെറിയൊരു കുട്ടി ചെറിയ ബ്രേക്ക് എടുക്കാം. ഇച്ചിരി വെള്ളം കുടിക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് തരാം. കുട്ടികളിൽ കുഞ്ഞൊരു ഇടവേളയാണ്. ദേ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. വെൽക്കം ബാക്ക്. കുട്ടൊരു പാട്ടിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയ ചേച്ചി ആരോ വിളിക്കുന്നുണ്ടോ അല്ലേ? നമുക്ക് കോളർ ഉണ്ട്. നമസ്കാരം, കുട്ടൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ, പ്രീത ചേച്ചി കൊല്ലത്ത് നിന്ന്. എന്നും വിളിക്കുന്ന പ്രീത ചേച്ചിയാണോ ഇത്? ആണ് ഉറക്കപ്പറ ആണെന്ന്. പ്രീത ചേച്ചി, പ്രീത ചേച്ചിയുടെ പേരിനോട് തന്നെ സാമ്യമുള്ള പ്രിയ ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. കണ്ടോണ്ടിരിക്കല്ലേ? പ്രീത ചേച്ചി ചോദിച്ചോളൂ, പാട്ട് ചോദിച്ചോളൂ. ഹലോ, കേക്കാം. ഹലോ, നമസ്കാരം പ്രീതി ചേച്ചി. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെ സ്ഥലം? കൊല്ലം. കൊല്ലത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഉത്സവങ്ങൾ ഒരുപാടുള്ള നാടല്ലേ കൊല്ലം. അപ്പൊ നമുക്ക് ഏത് പാട്ടാ? നല്ലപോലെ പാടുന്നുണ്ടേ. താങ്ക് യു, ഒത്തിരി സന്തോഷം. അതാണ് നമ്മുടെ അവാർഡ്. പ്രീതി ചേച്ചി, അപ്പം ഏത് പാട്ട് നമുക്ക് പിന്നെ പുലരിപ്പൂ പോലെ ചിരിച്ചു പാട്ടുണ്ടല്ലേ, അതൊന്ന് പാടിത്തരുമോ ചേച്ചി? ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. പുലരിപ്പൂ പോലെ ചിരിച്ചും. പുലരിപ്പൂ പോലെ സിത്തി ചേച്ചി പാടിയ? അയ്യോ, എനിക്കറിയാം. എനിക്കിങ്ങനെ വരികൾ ഇങ്ങനെ ഒരു വരിയൊക്കെ അറിയാം. അറിയാമോ ചേച്ചിക്ക്? രണ്ടുവരി അറിയാം. വേറൊരു പാട്ടും കൂടെ ചോദിക്കാം. അത് രണ്ടുവരി പാടിത്തരാം. കൂടെ വേറൊരു പാട്ടോട് വേണമല്ലോ പ്രീത ചേച്ചി. ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ആലോചിച്ചിട്ടാണോ വിട്ടാ വിളിക്കാന്? അപ്പൊ ഈ പുലരിപ്പൂ ആണെങ്കിലും നീലക്കുറിഞ്ഞാണെങ്കിലും പാടിത്തരാം കേട്ടോ ചേച്ചി. ഓക്കെ, സന്തോഷായേ പ്രീത ചേച്ചി. അപ്പൊ താങ്ക് യു കേട്ടോ വിളിച്ചതില്, സന്തോഷം. അപ്പം ഏതെങ്കിലും പുലരിപ്പൂ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു ചിരിച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേലയുലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു ചിരിച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേലയുലച്ചു കടന്നില്ലേ. ഇതാണോ പറഞ്ഞേ? സംശയമുണ്ടേ. പാടിയില്ലേ പ്രീതി ചേച്ചി? സന്തോഷായില്ലേ? അപ്പം പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുമ്പോ 1, 2, 3 പാട്ടുകൾ മനസ്സിലൊന്ന് ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പം ഇനി വിളിക്കുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്കേ RLVയിലാണ് മ്യൂസിക് ചെയ്തത് അല്ലേ, ഡിഗ്രി ചെയ്തത്. അപ്പൊ ഒരു ക്ലാസിക്കൽ എന്തായാലും പാടണമല്ലോ. എല്ലാ സ്ഥലവും നമ്മളിങ്ങനെ തൊട്ട് പോകണം. ഒരു ക്ലാസിക്കൽ ബേസുള്ള ഒരു പാട്ട് പാടാം. ബോംബെ ജയശ്രീ മാമിന്റെ ഭാരതിയാരുടെ കവിതയാണത്. ഓ ശരി ശരി, പോരട്ടെ. நல்லதோர் வீணை செய்தேன், நல்லதோர் வீணை செய்தேன், அதை நலம் கெட குருதியில் எறிவதுண்டோ, நல்லதோர் வீணை செய்தேன், அதை நலம் கெட குருதியில் எறிவதுண்டோ, சொல்லடி
சுடர்மிகுமறிவுடன் படைத்து விட்டாய் சொல்லடி சிவசக்தி. வல்லமை தாராயோ வல்லமை தாராயோ இந்த மானிட பயனுறு வாழ்வதற்கே சொல்லடி சிவசக்தி. நீல சுமையன வாழ்விட பொறிகுவையோ சொல்லடி சிவசக்தி. நல்லதோர் வீணை செய்தேன் நல்லதோர் வீணை செய்தேன் அதை நலம் கெட குருதியில் எறிவதுண்டோ சொல்லடி சிவசக்தி சொல்லടി ശിവശക്തി. താങ്ക് യു ചേച്ചി. എനിക്ക് ഞാൻ ഇതുവരെ ആ പാട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഒത്തിരി സന്തോഷം. അതെ അതെ, നല്ല രസമുണ്ട് കേൾക്കാൻ. നമുക്ക് അടുത്ത കോളറും ഉണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. കൂട്ടൊരു പാട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സന്തോഷ് തൃശ്ശൂരിൽ നിന്ന്. സന്തോഷ് ഏട്ടാ, സന്തോഷപൂർവ്വം പറഞ്ഞാട്ടെ, എന്തൊക്കെയുണ്ട്? സന്തോഷമാണോ അവിടെ? നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ടല്ലേ? ഓക്കെ സന്തോഷ് ഏട്ടാ, എന്ത് ചെയ്യാ? സുഖമില്ലാതിരിക്കുകയാണോ? അയ്യോ, അപ്പം ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് മാറ്റാം. നേരത്തെ വിളിക്കാറുണ്ടോ സന്തോഷ് ഏട്ടാ? ആദ്യമായിട്ട് വിളിക്കുകയാണോ? കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ കേട്ടോ. പാട്ട് അതിന് വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടുപാട്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? സന്തോഷേട്ടാ ചോദിച്ചോളൂ, പ്രിയേച്ചിട്ട് ചോദിച്ചോളൂ, ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചോളൂ. ഹലോ സന്തോഷേട്ടാ, സ്ഥലം ഇടുക്കിയിലാണ് എന്റെ സ്ഥലം. സ്വദേശം പീരുമേടാണ്. ഇടുക്കി ജില്ലയാണ്, പീരുമേടാണ് സ്വദേശം. തൃശ്ശൂര് കുറെ കാലം, 4 വർഷത്തോളം തൃശ്ശൂർ ഉണ്ടായിരുന്നു ഞാൻ. ചേട്ടാ പറഞ്ഞേട്ടെ, പറഞ്ഞോളൂ. എന്തോ ഒന്നുകൂടെ പറയാമോ? തീർച്ചയായിട്ടും. അപ്പം സന്തോഷേട്ടാ, അപ്പം മനോഹരമായിട്ട് തന്നെ ഇരിക്കട്ടെ, ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് മാറട്ടെ, പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ ഈ പാട്ടും കൂടെ ഇരിക്കട്ടെ. സന്തോഷമായിട്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. താങ്ക് യു ചേട്ടാ. അപ്പം നല്ലൊരു പാട്ടാണ് സന്തോഷേട്ടൻ ചോദിച്ചത്. ഓക്കെ. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു സഖി, ഗോരോജനക്കുറി വരച്ചു. അമ്പലമുറ്റത്തെ ആൽത്തറ വീണ്ടും അന്തിനിലാവിൽ കുളിച്ചു. അമ്പലമുറ്റത്തെ ആൽത്തറ വീണ്ടും അന്തിനിലാവിൽ കുളിച്ചു. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു സഖി, ഗോരോജനക്കുറി വരച്ചു. എന്തായാലും സന്തോഷേട്ടാ, സന്തോഷായില്ലേ? നമുക്ക് ഇപ്പൊ അറിയാം, റമദാൻ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രം വലിയ നോമ്പ് കാലഘട്ടം, ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയ നോമ്പ് കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റെല്ലാ മതങ്ങളും അവരുടെയായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ്. പക്ഷെ എസ്പെഷ്യലി ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് മാപ്പിളശ്ശിയുള്ളതിൽ പാട്ട് പാടിത്തരാവോ എന്നൊക്കെ. അപ്പൊ ചേച്ചി മുമ്പേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്നൊരു പാട്ടൊക്കെ കേൾക്കുന്നത്, കുട്ടിക്കുപ്പായ എന്ന ചിത്രത്തിൽ അതൊന്ന് പാടിത്തരാമോ ആ പാട്ട്? ഓക്കെ. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും 1000 1000 ഉമ്മയും കൊണ്ടിങ്ങു വരുമല്ലോ. ഉല്ലാസക്കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. ഉപ്പായെപ്പോലുള്ള മൊഞ്ചാണ് അവനെപ്പോഴും വിരിവുള്ള നെഞ്ചാണ്.
ആയിരം ആയിരം ഉമ്മയും കൊണ്ടിങ്ങു വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. എനിക്ക് ഒത്തിരി ഒത്തിരി കുട്ടിപാട്ടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ആള് ഇത് പാടുന്നത് ഈ കുട്ടിക്കുപ്പായത്തിലെ ഈ പാട്ട്. അത്രയും പാടിയ പാട്ടാണ്. എനിക്കൊന്ന് ചേച്ചി, ഞാൻ മനസ്സിലാക്കിയത് ചേച്ചിക്ക് ഓണർ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും പാട്ടുകളൊക്കെ ചേച്ചി പാട്ടുകാരുടെ തന്നെ ലതാജി മുതൽ ഇങ്ങോട്ട് ഒരുവിധപ്പെട്ട എല്ലാ പാട്ടുകാരുടെയും സ്റ്റോറി അവരുടെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. എനിക്ക് ഇതിനെല്ലാം സപ്പോർട്ട് പ്രദീപേട്ടനാണ്. തീർച്ചയായിട്ടും പ്രദീപേട്ടൻ ചേച്ചിയെ കൊണ്ട് വെസ്റ്റേൺ പാട്ടൊക്കെ പാടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെസ്റ്റേൺ പാട്ട് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പല ജോണറിലുള്ള പാട്ടുകൾ ഞങ്ങൾക്ക് ഇവിടെ പാടിത്തരൂല. ശരി, നമുക്ക് എന്തായാലും ഒരു റോക്ക് സ്റ്റൈലിൽ ഒരു പല്ലവി മാത്രം വസീകരെ പോലെ ഏതെങ്കിലും പാടിയിട്ട് ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാം. ജസ്റ്റ് പല്ലവി മാത്രം മതി, എന്നിട്ട് ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഓക്കെ, ശരി. മഴை மழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதையே தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜன்மங்களின் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் நானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். വാവ്, സൂപ്പർ ചേച്ചി. അപ്പൊ എന്തായാലും കുട്ടിപ്പാട്ടിൽ എത്തിയുള്ള സന്തോഷം, ആ സ്നേഹം ഞങ്ങൾ അറിയിക്കുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയർന്നു വരട്ടെ. ഈ ഇഷ്ടം പോലെ പാട്ടുകൾ, കൈ നിറച്ച് പാട്ടുകൾ സമ്മാനിക്കാൻ. എനിക്കും കൂട്ടിലൊരു പാട്ടിൽ വരാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ടോടുകൂടി അങ്ങനെ തീർത്തേക്കാം. ഏത് പാട്ടാ ലാസ്റ്റ്? നമ്മൾ സ്റ്റേജിൽ പാടുന്നൊരു പാട്ട് തന്നെയാണ്. പോരട്ടെ. ജൂം 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 ബാബ. ജൂം 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 ബാബാ ജൂം 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 ബാബാ ജൂം 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 ബാബാ ഓ ये रात में ये जो मसा है कुछ नया नया है. ये दिन तो आज क्या हुआ है कि झूमता ही गा रहा है. झूम 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 बाबा झूम 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 बाबा झूम 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 बाबा हो दिल बहा भी जागे जागे खेलने खागे खोई खोई डांस डांस. आज खुश नसीब होगे जिसके बाह में है कोई डांस डांस. हम जवा हो तुम जवा हो दिल जवा हो धड़कने जवा. हम जवा हो तुम जवा हो दिल जवा हो धड़कने जवा. झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ओ ये रात में ये जो मजा है कुछ नया नया है. ये दिन तो आज क्या हुआ है कि झूमता ही गा रहा है. झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ओ ये दिल महा भी जागे जागे खेलने खागे खोई खोई डांस डांस.
आज खुश नसीब होगी जिसके बाह में है कोई डांस डांस। हम जवा हो तुम जवा हो दिल जवा हो धड़कने जवा। हम जवा हो तुम जवा हो दिल जवा हो धड़कने जवा। झूम 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 बाबा झूम 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 बाबा झूम 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 बाबा। ये रात में ये जो मजा है कुछ नया नया है। ये दिन तो आज क्या हुआ है कि झूमता ही जा रहा है। സൂപ്പർ ചേച്ചി, അടിപൊളി, സൂപ്പർ. സച്ചിനെ അടിപൊളി കേട്ടോ, Thank you. സൂപ്പറായിട്ട് ഒരു മനോഹരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടൊരുപാട്ട് വിടവാങ്ങാണ്, സങ്കടപ്പെടേണ്ട. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകരും അവരുടെ പാട്ടുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അപ്പം കാണാൻ മറക്കരുത്. അപ്പം നന്ദി, നമസ്കാരം.